നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും വൻ തിരിച്ചടി. മോദിയുടെ വാട്സാപ്പ് സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞു. ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്ഥാപിച്ച കേന്ദ്ര നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് സുപ്രീം കോടതി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു, വലിയ ഒരു തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിന് ഏറ്റിരിക്കുന്നത്. ഒന്ന്, തെരഞ്ഞെടുപ്പ് കാലത്ത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പിലൂടെ വികസിത ഭാരത് സന്ദേശം എന്ന രീതിയിൽ വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി മോദി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി PIB തുടങ്ങിയ ഫാക്ട് ചെക്ക് യൂണിറ്റ് ഫാക്ട് ചെക്ക് യൂണിറ്റ് തുടങ്ങിയ തീരുമാനം സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. രണ്ട് തരത്തിലും. ഒന്ന്, ജനങ്ങളിൽ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സ്വാധീനിക്കാൻ വേണ്ടി വാട്സപ്പുകളിലൂടെ 140 കോടി ജനങ്ങളുടെയും വാട്സപ്പിലേക്ക് വികസിത ഭാരത് സങ്കല്പം എന്ന് പറയുന്ന സന്ദേശവുമായി മോഡി എത്തുകയാണ്. രണ്ടാമതാണ്, മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ഫാക്ട് ചെക്ക്, വാർത്തകളുടെ ഉള്ളടക്കം പരിശോധിക്കുന്നതിനായി PIBയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഫാക്ട് ചെക്ക് യൂണിറ്റ്, അതും ഭരണഘടനയുടെ ലംഘനമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. മാധ്യമങ്ങളെ നിയന്ത്രിക്കുക, ഒപ്പം ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ഭരണം ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പിലൂടെ സന്ദേശം അയക്കുക. ഇത് രണ്ടും നടക്കില്ല എന്നാണ് ഒന്ന് ഇലക്ഷൻ കമ്മീഷനും ഒന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. എന്താണ് സംബന്ധിച്ച് കൂട്ടിച്ചേർക്കാനുള്ളത് വിഷ്ണു? സിജു, തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി വ്യക്തമായി തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് കേന്ദ്ര വിജ്ഞാപനം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്ഥാപിക്കാനുള്ള വിജ്ഞാപനം ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ PIBയുടെ കീഴിൽ ഒരു ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്ഥാപിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വ്യാജ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു യൂണിറ്റ് സ്ഥാപിക്കുന്നത് എന്നതാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്കറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വാർത്തകൾ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ പ്രചരിക്കാതിരിക്കുക എന്ന് തന്നെയാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്തരം പോസ്റ്റുകൾ അത് നീക്കം ചെയ്യേണ്ടി വരും. അതായത് ഫാക്ട് ചെക്ക് യൂണിറ്റ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ വ്യാജമെന്ന് കണ്ടെത്തുന്ന വാർത്തകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ 72 മണിക്കൂറിനകം മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന്, സമൂഹ മാധ്യമങ്ങൾ അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അത്തരം വാർത്തകളൊക്കെ തന്നെ നീക്കം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അത് നീക്കം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമൂഹ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന പരിരക്ഷയ്ക്ക് അർഹരായിരിക്കില്ല എന്നതടക്കമാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്. എന്തായാലും അതിന് വലിയ തിരിച്ചടി തന്നെ ലഭിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് അവർ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ BJPക്കെതിരായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അത്തരമൊരു കടന്നുകയറ്റമായിരുന്നു ലക്ഷ്യം വെച്ചത്. അതിന് വലിയ തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബോംബെ ഹൈക്കോടതിയിൽ നിലവിൽ ഈ IT ചട്ടങ്ങൾ ഭേദഗതി ചെയ്തതിനെതിരായിട്ടുള്ള ഹർജികൾ നിലനിൽപ്പുണ്ട്. അപ്പോൾ ബോംബെ ഹൈക്കോടതി ഈ ഹർജികളിൽ തീർപ്പ് കൽപ്പിക്കുന്നതുവരെയാണ്, ഉത്തരവിറക്കുന്നതുവരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ മറ്റൊരു വലിയ തിരിച്ചടി കൂടി BJPക്ക് നേരിടേണ്ടി വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത ഭാരതം സന്ദേശം അത് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് തടഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ മോദിയുടെ സന്ദേശം, അതായത് വികസിത ഭാരതം എന്ന് പറയുന്ന സന്ദേശം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും വാട്സപ്പുകളിലേക്ക് അയച്ചു നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഈ സന്ദേശം അടിയന്തരമായി തന്നെ പറയാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. വിഷ്ണു, ഇത് സമഗ്രാധിപത്യം എന്ന് പറയാം. തിരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപത്യത്തിലേക്കുള്ള പോക്ക് അതുതന്നെയാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് നിലവിലുള്ള BJP വിരുദ്ധ പാർട്ടികളെ, സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ED അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തുന്നു. അതിന് സമാന്തരമായി മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള നടപടികളുമായി PIB ഉൾപ്പെടെ ചുമതലപ്പെടുത്തുന്നു. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കേന്ദ്ര സർക്കാർ, അതായത് ഭരണം ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ കൃത്യമായി ഇടപെടൽ നടത്തുന്നു. ഒരു രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തതൊക്കെ തന്നെയാണ് മോദി അധികാരത്തിലിരുന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായി വരുന്നുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് കേസിൽ
CPM അടക്കം നടത്തിയ ഇടപെടലുകൾ, സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പണം ഉണ്ട്, അധികാരമുണ്ട്, ഒപ്പം തന്നെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുക, സോഷ്യൽ മീഡിയകളെ കയ്യിലെടുക്കുക, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു ആധിപത്യം കൊണ്ടാണ് മോദി സർക്കാർ 2024 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഇതിനേറ്റ വലിയ തിരിച്ചടി തന്നെയല്ലേ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഒപ്പം ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്? സിജു, തീർച്ചയായിട്ടും വലിയ തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും BJPക്കും കേന്ദ്ര സർക്കാരും നേരിടേണ്ടി വന്നിരിക്കുന്നത്. കാരണം അധികാരം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇവരുടെ ഭാഗത്തുനിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങിടുക, അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളെ പോലും വരുതിയിലാക്കുക എന്നതായിരുന്നു PIBക്ക് കീഴിൽ ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്ഥാപിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അത്തരമൊരു വിജ്ഞാപനം ഇറക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെച്ചത്. പക്ഷെ അതിനാണ് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കേന്ദ്ര സർക്കാർ വിരുദ്ധ വാർത്തകൾ പ്രചരിക്കാതിരിക്കുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് സാഹചര്യമായതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ വിരുദ്ധ വാർത്തകൾ പ്രചരിക്കുന്നതിന് തടയിടുന്നതിന് വേണ്ടി ഇത്തരമൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിനാണ് സുപ്രീം കോടതി ഇടപെടലിലൂടെ വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ഇതിനു പുറമെയാണ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാട്സപ്പ് സന്ദേശം പ്രചരിപ്പിക്കുന്നതും വിലക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവും വലിയ തിരിച്ചടി തന്നെയാണ് BJPക്ക് ലഭിച്ചിരിക്കുന്നത്. സിജു, വിഷ്ണു തലവൂരാണ് നിലവിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.